ശബരിമല സീസണൊക്കെ ആയില്ലേ, അയ്യപ്പന്മാർക്കൊക്കെ ചോറ് കൊടുക്കാൻ കറികൾ എന്തുണ്ടാക്കും ഓർത്ത് എല്ലാവരും വലിയ സങ്കടത്തിലാണ്. ആരും സങ്കടപ്പെടേണ്ട, അത് അടിപൊളി ഒരു ചമ്മന്തി നമുക്ക് അരയ്ക്കാം. അപ്പോൾ പ്രസന്നാക്കത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, കരിവേപ്പില, ഇഞ്ചി, പുളി ഇച്ചിരി വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്, ചുവന്നുള്ളി, തേങ്ങ. അപ്പോൾ നമുക്ക് ചമ്മന്തി അരയ്ക്കുന്ന വീഡിയോയിലേക്ക് പോകാം. മുളക് ഒന്ന് വറക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് വെച്ചൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ, വേറെ ഒന്നും ഒഴിക്കരുത്, വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. ഈ വെളിച്ചെണ്ണ കൂട്ടിയാണ് നമ്മൾ അരയ്ക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ തേങ്ങ നമ്മൾ മേടിക്കുന്ന തേങ്ങയല്ലേ, നമ്മുടെ നാടൻ തേങ്ങയൊന്നും അല്ലല്ലോ. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണമയൊക്കെ വേണം. അപ്പോൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണേ. ഒരു മുറി തേങ്ങയുടെ ചമ്മന്തിയാണ് നമ്മൾ അരയ്ക്കുന്നത് കേട്ടോ. അതിനുള്ളതാണ് കാണിക്കുന്നത്. ഒരു വലിയൊരു തേങ്ങയുടെ പകുതി അതിൻ്റെ ചമ്മന്തിയാണേ. ഒരു 10-12 വറ്റൽമുളക്. അതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ അതേ ചമ്മന്തി അരയ്ക്കാൻ നമ്മൾ മുളക് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കത് നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ മുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മുടെ പുളി ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ചേക്കാണ് കേട്ടോ, അരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെച്ചാണ്. അടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മുടെ തേങ്ങ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അടുത്ത നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട സാധനം നമ്മുടെ കരിവേപ്പില, അത് തണ്ടോടെ കൂടി തന്നെ അതിൽ കിടന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചുരുട്ടി റെഡിയാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. ചമ്മന്തിയുടെ മണം തന്നെ ഒരു നല്ല മണമാണ്. നമ്മൾ പൊതിയൊക്കെ കൊടുത്തു വിടുന്നവർക്ക് ഇത് വെച്ച് പൊതി കെട്ടി കൊടുത്തു വിട്ടാലേ അവർ തുറക്കുമ്പോൾ തന്നെ തൃപ്തരായിക്കോളും. അപ്പോൾ നമ്മൾ ആ ഫുള്ള് ഒരു മുറി തേങ്ങ എടുത്തു. നമുക്കിനി ഇതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചമ്മന്തി നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലായില്ലേ എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. ഇത് മാത്രം മതി ചോറിനാൻ. ഇതൊക്കെ വെച്ച് പൊതി കെട്ടി കൊടുത്ത് വിട്ടാൽ അവർ നല്ല തൃപ്തരായിക്കോളും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.